അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മസ്റൂറ ഫാത്തിമയിലൂടെ നജ്ല ഷാനായി നിങ്ങളെ മുമ്പ് വന്ന് 2 ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അൽഹംദുലില്ലാ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടിയേ. 7 കൂട്ടാണ് തന്നത്, കാമുകനും കാമുകിയും കൂടെ. പക്ഷേ പൊട്ടിച്ച്, ഇങ്ങനെ പൊട്ടിച്ചു. ആര് പൊട്ടിച്ചു? അതൊക്കെ മേലൊരുവൻ സപ്പോർട്ടിന് ഉണ്ടാവും. അള്ളാഹുവിനോട് 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരുപാട് പേര് ദുആ ചെയ്തു. ആ കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി തുടങ്ങിയ ചാനലാണ്. മനസാക്ഷിയുള്ള എത്രയോ പേര് എനിക്ക് കമൻ്റ് ഇട്ട്. അള്ളാഹു സത്യം, ഞാനിക്കായും മോൾക്ക് അത്രയും വയ്യാതിരുന്നിട്ടും നമ്മൾ പോയി ഹാപ്പിയായിട്ട് കേക്ക് മുറിച്ച് സന്തോഷം. എൻ്റെ ഇക്കാക്കും എൻ്റെ മക്കൾക്കും തീരെ വയ്യ. നാളെ ഇക്കാക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകും. മോൾ ആൻറ്റിബയോട്ടിക് രാവിലെ ഇഞ്ചക്ഷൻ എടുക്കണം. രാവിലെ 9 മണിക്കാണെങ്കിൽ വൈകിട്ട് 9 മണിക്ക്. എന്നിട്ടേ മോളെ എക്സ്റേ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ തീരുമാനിക്കുള്ളൂ. ഈ ഇൻഫെക്ഷൻ കഴിഞ്ഞേ തീരുമാനിക്കും. ഇന്ന് എത്രയോ ദിവസം കൂടി എൻ്റെ പൊന്നു മോള് ഉറങ്ങുന്നുണ്ട്. എത്രയോ ദിവസം പാപ്പച്ചി കൊണ്ട് നടന്ന് എത്ര ഡോക്ടറിനെ നമ്മൾ കാണുന്നുണ്ടെന്ന് പറയാം. എൻ്റെ കുട്ടീൻ്റെ ചെവി ഒന്ന് ശരിയാവാൻ വേണ്ടി. എടീ, നിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ എന്നെ വെച്ച് വിറ്റ് തിന്നു. പക്ഷേ ഇതൊരു വാശിയായിരുന്നു. ആരെ കാല് പിടിക്കാതെ നമ്മളെ പടച്ചവനായിട്ട് ഒരു നിമിത്തം നമ്മുടെ മുമ്പ് കൊണ്ടുവന്ന് എൻ്റെ നജ്ല ഷാൻ ഫാമിലിയിലൂടെ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ വെറുതെ ചെയ്തു തരും. ഞാൻ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് ചാനൽ എടുത്ത് അപ്പോഴാണ് അറിയണത് 7 പൂട്ടുണ്ട്. തുറക്കാൻ പറ്റുമോ? 99% തുറന്നു തരാൻ നജ്ല ഷാനെ. ബാക്കി 1% ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് തുറന്നെൻ്റെ ചാനൽ ഞാനും ഇത്രയും വയ്യെങ്കിലും ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ആരോടത്തും ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. എന്ത് കിട്ടാനാണ് എൻ്റെ ലൈഫ് കള്ളം പറഞ്ഞിട്ട്? ഈ മനുഷ്യനുണ്ടല്ലോ, ഉറങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കണം. എൻ്റെ ഇക്കാരും ഒരു വാപ്പ എന്ത്, ഒരു ഭാര്യനെ ഒരു ഭർത്താവ് എങ്ങനെ നോക്കണം. കുറച്ച് പാവങ്ങളാണെങ്കിലും അൽഹംദുലില്ലാ നമ്മൾ റാത്താണ്. നിങ്ങളാരും നമ്മളെ സഹായിക്കണ്ട. പക്ഷെ നമ്മളെ 2 ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓൾ ബട്ടൺ ഇടണം. നാളെ നമ്മൾ വരും. ഇക്കാക്ക് മക്കൾക്ക് വയ്യാത്തതുകൊണ്ട് മക്കളെ പോലെയാണ് ഉമ്മയ്ക്കും വയ്യ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിറവേറ്റിയെന്നറിയാമോ? ഇനി മോളെ രാവിലെ കൊണ്ടുപോകണം, വൈകിട്ടും കൊണ്ടുവരണം. ഒരു വാപ്പ എന്താണ്, ഒരു വാപ്പ ചെയ്യേണ്ടുന്ന കടമ എന്താണ്? സ്വന്തം ഉപ്പയല്ലെങ്കിലും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ, എന്തെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തു പോയാലും ഈ മക്കളെ നോക്കുന്ന ബർക്കത്തിൽ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. പക്ഷെ കരടിച്ചി, നിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിന്നെ അട്ടിപ്പട്ടലം പൂട്ടും. ഇത് വെറും വാക്കല്ല. നീ നോക്കിക്കോ. നീ വക്കീലിനെ വെച്ചിട്ടല്ലേ ചെയ്ത? ഒരു വക്കീലുമല്ല, ഒരാളുമല്ല, ഒരു സാധാരണപ്പെട്ട ഒരു സാധാരണക്കാരൻ ചെയ്തു തന്നതാണ്. എത്ര വട്ടം കൗണ്ടർ കൊടുത്തെന്നറിയാമോ? ബാക്കി നാളെ പറയാം. ഇനി മക്കളെയും വാപ്പിച്ചേക്ക് രാവിലെ ആശുപത്രി കൊണ്ടുപോകണം. പിന്നെ പൊന്നൂനെ ഒന്ന് കാണണം. കേക്ക് മുറിച്ച് ബാക്കി കേക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിശേഷങ്ങൾ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരു ഫ്രണ്ടാണ്, ഞാനൊരു ഉമ്മയാണ്. എനിക്കൊരു ഉപ്പയാണ്. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം എനിക്കൊക്കെ തരുന്നുണ്ട്. ഒരു കുറവ് പോലും അറിയിക്കണം. അൽഹംദുലില്ലാ, മരണം വരെ ഒന്ന് നിലനിർത്തണമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ചാനലുണ്ട്. എൻ്റെ വാശിയായിരുന്നു. അൽഹംദുലില്ലാ മക്കളെ പോറ്റണം, പഠിപ്പിക്കണം.
നിക്കായി നോക്കണം. ആരും ഒന്നും വേണ്ട, സപ്പോർട്ട് ചെയ്താണ്. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.